ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ വിക്രം എന്തിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തതെന്നുള്ള സത്യം അറിയാനായിട്ട് വേദ എവിടുന്ന് പോവുകയാണേ. വേദ പോയി കഴിഞ്ഞാലേ ശങ്കരൻ ചില കാര്യങ്ങൾ ആലോചിക്കാം. അതായത് ഒരു രാത്രിയിലെ മഴയുണ്ട്, ശങ്കരൻ ഒരു കാറിലിരിക്കണ്ടേ, എന്നിട്ടിങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോ ദർശൻ ഒരാളോട് സംസാരിക്കണേ. ബാലൻ സാറുമായിട്ടാണ് സംസാരിക്കുന്നത്. സാറ് കരഞ്ഞോണ്ട് കാര്യങ്ങളെല്ലാം ദർശനോട് പറയണേ. ഒന്നും ശങ്കരൻ കേൾക്കുന്നില്ല. ദർശനോട് കരഞ്ഞിങ്ങനെ കൈകൂപ്പി സംഭവിച്ചതൊക്കെ പറയണേ. ശേഷം അങ്ങേര് അവിടുന്ന് പോകും. ദർശൻ കാറിൽ വരുമ്പോ ശങ്കരൻ ചോദിക്കും, ഭയങ്കര കരച്ചിലായിരുന്നല്ലോ, അഡ്വക്കേറ്റ് ആയിരുന്ന കാലം മുതലേ അറിയുന്ന ആളാണ് ബാലൻ. ഒരു കേസിന്റെ കാര്യത്തില് എന്നെ കാണണമെന്ന് പറഞ്ഞ് കരഞ്ഞു പിടിച്ചതുകൊണ്ടാണ് ഞാൻ ദർശന്റെ പേര് സജസ്റ്റ് ചെയ്തത്. ആ കേസ് ഞാൻ ഏറ്റെടുത്തോളാം എന്ന് ദർശൻ പറയുമ്പോ ശങ്കരൻ ചോദിക്കും, എന്താ വിഷയം? അയാളുടെ മകളെ ഒരാൾ അതിക്രൂരമായി ആക്രമിച്ചു, റേപ്പ് ചെയ്തു, കമ്പിപ്പാര ഉപയോഗിച്ച് കയ്യും താലും തല്ലിയൊടിച്ചു, തലയൊട്ടി തല്ലി പൊളിച്ചു. പിന്നെ റസ്കൽ എന്ന് പറഞ്ഞു നിർത്തുമ്പോ ശങ്കരൻ ചോദിക്കും, എന്നിട്ട്? അത് ചെയ്തവൻ ഇപ്പൊ അതേ അവസ്ഥയിൽ ആശുപത്രിയിലുണ്ട്. അവനെ തിരിച്ചങ്ങനെ ചെയ്തതിനാണ് പോലീസ് വിക്രമിനെ അറസ്റ്റ് ചെയ്തത്. ആ പെൺകുട്ടിയുടെ അന്ന് അങ്ങനെ ചെയ്തതിന്റെ രോഷാണ് വിക്രം അന്ന് തീർത്തത്. അതാണ് വേദ കണ്ടത്. ഇത് കേട്ട് ശങ്കരൻ ഞെട്ടിപ്പോവാണ്. വേറെ ഒന്നും ആലോചിക്കാതെ ദർശൻ പറയും, ഞാൻ വിക്രത്തിന് വേണ്ടി ഹാജരാവാൻ തീരുമാനിച്ചു. ഈ വിഷയത്തിൽ വിക്രമിന്റെ ഭാഗത്താണ് ശരി. അവനെ പുറത്തിറക്കിയേ പറ്റൂ. എന്നാ വരട്ടെ അങ്കിൾ. ശങ്കരൻ പറയും അങ്ങനെ ദർശൻ അത്രയും പറഞ്ഞ് അവിടുന്ന് ഇറങ്ങാണ്. ശങ്കരൻ ഇപ്പൊ ഇരുന്ന് അതെല്ലാം ആലോചിക്കണേ. അതാണ് സത്യം. എന്തുകൊണ്ടാണ് ശങ്കരൻ വിക്രമിനെ സപ്പോർട്ട് ചെയ്തെന്നുള്ള കാര്യം വേദയോട് പറഞ്ഞിട്ടില്ലെങ്കിലും സത്യം അറിഞ്ഞിട്ടാണെന്ന് ശങ്കരന് മാത്രമേ അറിയുള്ളൂ. ശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രത്തിന്റെ വീട്ടിലാണ്. അവിടെ ആരും തന്നെ ഇല്ല. വിശ്വം ജോലി കഴിഞ്ഞ് വന്നപ്പോഴും ആരും എത്തിയിട്ടില്ല. നേരെ ഹാളിലേക്ക് ചെല്ലും, അവിടെ ആരുമില്ല. കിച്ചണിൽ നോക്കുമ്പോൾ അവിടെയും. പിന്നെ റൂമിൽ ചെല്ലുമ്പോൾ മാഷ് എന്തോ കണക്ക് പരിശോധിച്ചുകൊണ്ടിരിക്കണേ. അച്ഛാ, അവരാരും എത്തിയില്ലേ? ഇല്ല എന്ന് പറഞ്ഞ മാഷ് കണക്ക് പരിശോധിക്കുക. അല്ല, നീ ഇടയായിട്ട് നേരത്തെ വരുന്നുണ്ടല്ലോ, ജോലി ഇല്ലേ? അതും കളഞ്ഞോ? അയ്യോ, ജോലി ഉണ്ട് അച്ഛാ. ഉച്ചയ്ക്ക് ശേഷമാണ് പണമായിട്ട് പോകുന്നെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് വീട്ടിലേക്ക് മടങ്ങാം, അതാണ്. മാഷ് പറയും അങ്ങനെ. വിശ്വം പറയും, അച്ഛാ, ഇന്നത്തെ വിധിയെക്കുറിച്ച് എന്ത് തോന്നുന്നു? എനിക്ക് എന്ത് തോന്നാൻ, ജഡ്ജി തീരുമാനിക്കും, വിക്രം അനുഭവിക്കും. അപ്പോ രക്ഷപ്പെടില്ല എന്നാണോ? വിശ്വം ചോദിക്കുമ്പോ മാഷ് പറയും, വേദയുടെ മൊഴി സ്ട്രോങ് അല്ലേ, അങ്ങനെ ഒരു ദൃക്സാക്ഷിയെ അത്ര പെട്ടെന്ന് തള്ളിക്കളയാൻ പറ്റില്ല. വിശ്വം പറയും, അമ്മയുടെ കാര്യം ഓർക്കുമ്പോഴാണ്. മാഷ് പറയും, ആ സങ്കടം എനിക്കുണ്ട്. മുന്നും പിന്നും ആലോചിക്കാതെ തോന്നിയതുപോലെ പ്രവർത്തിക്കുന്ന മക്കളെ പെറ്റിട്ട് അവൾക്ക് ഇതല്ലാതെ വേറെ എന്ത് വിധി വരാൻ? അങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോ രണ്ട് ഓട്ടോറിക്ഷ വരുന്ന ശബ്ദം കേൾക്കണേ. അപ്പൊ തന്നെ വിശ്വം പുറത്തേക്ക് വരും, പിന്നാലെ മാഷും. വിശ്വം നോക്കുമ്പോണ്ടാവും അമ്മ സന്തോഷത്തിൽ ഇറങ്ങി വരുന്നേ. പിന്നാലെ ആ വണ്ടിയിൽ നിന്നും വിക്രമും. ഇത് കാണുമ്പോ ആദ്യൊരു ഞെട്ടലും പിന്നെ ഒരു സന്തോഷം ഉണ്ടാവുക. ഇത് സമയം തന്നെ മാഷും ഇത് കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. അച്ഛാ, വിക്രം എന്ന് പറഞ്ഞ് വിശ്വം സന്തോഷിച്ച് നിൽക്കണേ. അങ്ങനെ കമലയും വിക്രമും നന്ദിനിയും ശ്രീജയൊക്കെ വരികയാണേ. അമ്മാഷേ, എന്റെ മോനെ ഒരു പോറല് പോലും പറ്റാതെ ഇറങ്ങി വരുന്ന ഞാൻ പറഞ്ഞതല്ലേ, ദാ ഇറങ്ങി വന്നത് കണ്ടില്ലേ മാഷേ? വിശ്വം ചോദിക്കും, കേസ് നമ്മൾ ജയിച്ചോ? നന്ദിനി പറയും, വിശ്വേട്ടാ, ആ ദർശൻ വക്കീലിന്റെ പെർഫോമൻസ് ഒന്ന് കാണേണ്ടതായിരുന്നോ? കഴിഞ്ഞ 2 ദിവസമായിട്ട് ആ വേദയായിട്ട് വെള്ളം കുടിപ്പിക്കുകയായിരുന്നു അയാള്. വിശ്വം അടുത്ത് നിന്നിട്ട് പറയും, ഡാ, എനിവേ കൺഗ്രാറ്റ്സ്, ഒരു കുഴപ്പവും പറ്റാതെ ഒരു പരിക്കും പറ്റാതെ ഇറങ്ങി വന്നല്ലോ. ഈ സമയം കമലമ്മ മാഷോട് പറയും, വിക്രം ചെയ്തെന്ന് പറയുന്നത് അവളുടെ ദേഷ്യം കൊണ്ടും പക കൊണ്ടും അവള് ചെയ്തതാണെന്ന് ദർശൻ കോടതിയിൽ വാദിച്ചു മാഷേ. ഞാൻ പറഞ്ഞില്ലേ എന്റെ മകനെ അങ്ങനെ ഒരു ക്രൂരത ചെയ്യാൻ കഴിയില്ലെന്നേ. വിക്രം പറയും, ആര് പറഞ്ഞു അമ്മേ? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന്. എല്ലാവരും വിക്രത്തെ ഇങ്ങനെ ഞെട്ടലോടെ നോക്കുമ്പോ വിക്രം പറയും, അത് ഞാൻ ചെയ്തത് തന്നെയാണ്. അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു, ചെയ്തു. അത് നേരിട്ട് കണ്ടതാ വേദ. അത് അവള് കോടതിയിൽ വന്ന് പറഞ്ഞെന്ന് മാത്രം. കോടതി എന്ത് വിധിക്കുന്നോ അത് അനുഭവിക്കാന്ന് തന്നെ വിചാരിച്ചത്. പിന്നെ പതിവില്ലാതെ രക്ഷിക്കാൻ ആൾക്കാർ കൂടുന്നത് കണ്ടപ്പോ ഒഴുക്കിനൊപ്പം പോവാന്ന് കരുതി. അകത്ത് കിടന്ന് നന്നാകുന്നതിനേക്കാളും നല്ലത് പുറത്തു വന്ന് മറ്റുള്ളവരെ നന്നാക്കുന്നതല്ലേ അതിന്റെ സുഖം. എല്ലാം കേൾക്കുമ്പോ എല്ലാരും ഞെട്ടുന്നുണ്ട്. അമ്മ എന്തായാലും ശ്രീജയ്, നീ അകത്ത് ചെന്ന് ആരതി എടുക്കേ. അതൊന്നും വേണ്ട അമ്മേ. അമ്മയുടെ മകൻ എക്കാലത്തേക്കും വിജയിച്ചു വന്നവനൊന്നുമല്ല. അകത്ത് കിടക്കുന്ന ആ ചെറുക്കന് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ കേസിന്റെ വകുപ്പ് മാറും. പിന്നെ മാഷ് നോക്കിക്കൊണ്ട് പറയും, പിന്നെ ചിലരൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ ഒരു ജീവപര്യന്തം ഒത്തു കിട്ടാനുള്ള വകുപ്പുണ്ട്. അതുകൊണ്ട് നിലവിളക്കും നിറദീപം ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് മാഷ നോക്കിക്കൊണ്ടേ വിക്രം അവിടുന്ന് പോകുമ്പോ കമലയ്ക്കും, മാഷേ, എന്തൊക്കെയാ അവൻ പറഞ്ഞിട്ട് പോയത്? ഇനിയും ഈ അറസ്റ്റും കോടതിയൊക്കെ ആവർത്തിക്കോ? വിശ്വം പറയും, അമ്മയ്ക്ക് അവന്റെ സ്വഭാവം അറിയത്തില്ലേ? വേദ പറഞ്ഞത് സത്യമല്ലെന്നേ കോടതിയിൽ തെളിഞ്ഞതല്ല. ഇനിയിപ്പോ ആ പയ്യൻ എന്തൊക്കെ സംഭവിച്ചാൽ തന്നെ അതിവൻ ചെയ്തതാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? അമ്മ ടെൻഷനോടെ നിൽക്കുമ്പോ ശ്രീജ അകത്തേക്ക് വിളിക്കണേ. മാഷ് പറയും, മറ്റൊരു ജീവൻ പൊലിഞ്ഞിട്ടാണെങ്കിലും സ്വന്തം മകന്റെ ജീവൻ രക്ഷപ്പെട്ടാ മതി അല്ലേ കമല? കമല പറയും, അറിയില്ല മാഷേ, എനിക്ക് എന്റെ മക്കളെ കുറിച്ചും അവരുടെ ഭാവിയെക്കുറിച്ചും ചിന്തിക്കുമ്പോ എനിക്ക് മാഷെ പോലെ നിസ്വാർത്ഥനായിട്ട് ചിന്തിക്കാനാവില്ല. ഞാൻ മാഷെ പോലെയല്ല, എനിക്ക് എല്ലാ കുട്ടികളും ഒരുപോലെയോ അല്ല എന്ന് പറഞ്ഞ കമലയും പിന്നാലെ നന്ദിനിയോടൊന്ന് പോവാണ്. ശ്രീജ അവിടെ നിൽക്കുമ്പോ മാഷയ്ക്കും, ശ്രീജ, വേദ എവിടെ? കണ്ടില്ലല്ലോ.
അറിയില്ല അച്ഛാ, കോടതിയിൽ നിന്ന് തിരക്കിട്ട് എങ്ങോട്ടോ പോകുന്നത് കണ്ടു. ചോദിച്ചില്ലേ? ശ്രീജയ്ക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല. ഇല്ല, അത് പിന്നെ വിക്രമിനെ കൂട്ടി വരാനുള്ള ധൃതിയില് മാഷ് ചെല്ലേ. അങ്ങനെ ശ്രീജ അവിടുന്ന് പോവാം. വിഷവും പോവും. മാഷിങ്ങനെ സംശയത്തോടു കൂടെ ഓരോന്ന് ആലോചിച്ച് നിൽക്കണേ. ശേഷം പിന്നീട് കാണിക്കുന്നത് ജീനയുടെ ഓട്ടോയില് വേദ ഇങ്ങനെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കണേ. ജീനയ്ക്കും ചേച്ചി എന്തേലും പ്രശ്നമുണ്ടോ? ഇല്ല ജീന, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഓട്ടോയിൽ പോകുന്നത് വേറൊരാള് കാണുന്നുണ്ട്. അയാൾ അപ്പൊ തന്നെ എല്ലാം വിളിച്ച് അഭിഷേകിനെ പറയും. ശരി. ശേഷം അഭിലേഷിന്റെ കൂടെ കുറച്ച് ഗുണ്ടകളുണ്ട്. ഡാ, അവര് വരുന്നുണ്ട്. അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ ഞാൻ വണ്ടി എടുക്കാണേ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അവരുടെ ഓട്ടോ മുന്നിലൂടെ പാസ് ചെയ്യുമ്പോ ഇവൻ വണ്ടി എടുത്ത് പിന്നാലെ ചെല്ലും. എന്നിട്ട് ജീനയുടെ ഓട്ടോയുടെ മുന്നിലായിട്ട് നിർത്തും. എല്ലാവരും, അതായത് ജീനയും വേദയും അങ്ങ് ഞെട്ടിപ്പോവും. ജീനയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴേക്ക് ഗുണ്ടകളില് കുറച്ച് ആൾക്കാർ ഇറങ്ങി വന്ന് വേദയെ പിടിച്ചു വലിച്ചിറക്കണേ. അയ്യോ, ആരാ, എന്താ ഇതാ കുട്ടിയെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ജീന തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവര് ജീനയെ പിടിച്ച് തള്ളണേ. ഡോ, എന്തേ കാണിക്കുന്നത്? ജീന എന്ന് വിളിച്ച് വേദയും കരയുന്നുണ്ട്. വിടവളെ, നീക്ക് അവളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? ഇറക്കി വിടവളെ എന്ന് പറഞ്ഞ് ജീന പിന്നാലെ ചെല്ലുന്നുണ്ട്. അപ്പോഴേക്കും വേദയെ അവര് പിടിച്ചു വലിച്ച് ആ വാൻ്റെ അകത്ത് കയറ്റണേ. കൊണ്ടുപോകല്ലേ എന്ന് പറഞ്ഞ് ജീന പിന്നാലെ ഓടുമ്പോ ജീനയെ തട്ടി മാറ്റി ഇവര് വേദയെ കൊണ്ടുപോകും. ജീന ഒരുപാട് ദൂരം പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും അതിന് ഫലം ഉണ്ടാവുന്നില്ല. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ വീട്ടിലാണ്. നന്ദിനിയെ ബാഗിലേക്ക് വേദയുടെ ഡ്രസ്സാണെന്ന് തോന്നുന്നു എല്ലാം എടുത്ത് ധൃതിയിൽ വെക്കണേ. വേണ്ട നന്ദിനി എന്ന് പറഞ്ഞ് ശ്രീജ തടയുന്നുണ്ടെങ്കിലും മാറി നിൽക്ക് ശ്രീജ എടുത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാം ബാഗിലെടുത്ത് കുത്തി നിറയ്ക്കുന്നത്. മാഷികനെ അവിടെ ഇരുന്ന് പത്രം വായിക്കണേ. വിശ്വം ചായ കുടിച്ച് അവിടെ വന്നിരിക്കും. ഈ സമയം അമ്മ എണ്ണയും കൊണ്ടുവന്ന് വിക്രത്തെ വിളിക്കുക. ഇവിടെ വാ. അങ്ങനെ വിക്രം അവിടെ വന്നിരിക്കുമ്പോ അമ്മ ഇങ്ങനെ എണ്ണ തേച്ച് കൊടുക്കുക. ഓ, ബാലഗോപാലിനെ എണ്ണ തേച്ച് കുളിപ്പിക്കായിരിക്കും എന്ന് പറഞ്ഞ് വിശ്വം കളിയാക്കുന്നുണ്ട്. കമല പറയും, നീ ഇനി ഒന്നും ചിന്തിക്കേണ്ട വിക്രം, വേറെ ഒരു കുഴപ്പമുണ്ടാവില്ല. മോൻ ചെന്ന് തല തണുക്കെ ഒന്ന് കുളിക്കിട്ടോ എന്ന് പറഞ്ഞ് എണ്ണയിട്ട് തല മസാജ് ചെയ്ത് കൊടുക്കണേ. അപ്പോഴായിരിക്കും പറയുന്നത് കേൾക്ക് എന്നുള്ള ശ്രീജയുടെ ശബ്ദം കേൾക്കുന്നത്. മാറി നിൽക്ക് ശ്രീജരുത്തി, അവളവിടെ നിർത്താൻ ഞാൻ എന്ന് പറഞ്ഞതിന് ശേഷം ഒരു ബാഗ് പുറത്തേക്ക് വീഴുന്നത് ഇവർ കാണുന്നത്. എന്താ നന്ദിനി എടുത്തി എന്ന് വെച്ച് വിക്രം അവിടെ നിന്ന് എഴുന്നേൽക്കണേ. നന്ദിനിയും ശ്രീജയും അങ്ങോട്ട് വരും. ഒരുപാട് സഹിച്ചതാണ് അനിയ ഞാൻ, ഇനി എനിക്ക് പൊറുക്കാൻ പറ്റത്തില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഇത് വേദയുടെ ബാഗാ. അവൾ ഇനി ഇവിടെ നിൽക്കണ്ട. ഇവിടുള്ള പലരും പല കാലത്തായി പല രീതിയിൽ അവളോട് പറഞ്ഞതിൽ ഇറങ്ങി പോകാനായിട്ട്. അപ്പോഴൊക്കെ പലരെയും ചാക്കിട്ട് പിടിച്ചും സ്വാധീനിച്ചും അവൾ ഇവിടെ അങ്ങ് നിന്ന്. അവളുടെ ലക്ഷ്യം എന്താണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി ഇവിടെ നിർത്തിയാ അത് ചിലപ്പോൾ നമ്മുടെ വിക്രത്തിന്റെ ജീവന് തന്നെ ആപത്താകും. ജീവിച്ചിരിക്കുമ്പോ അമ്മ അത് കണ്ട് സങ്കടപ്പെടുന്നത് എനിക്ക് സഹിക്കത്തില്ല. ഇത് പറഞ്ഞ് നിർത്തുമ്പോ തന്നെ മാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് വെക്കും. ഓഹോ, അപ്പൊ എന്റെ രണ്ടാമത്തെ മരുമകൾ നന്ദിനി ഈ വീടിന്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തി. ഇനി അത് നടപ്പിലാക്കേണ്ടത് നീയല്ല, ഈ വീടിന്റെ ഗൃഹനാഥിയായ എന്റെ ഭാര്യയായ കമലയെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോ അമ്മ എന്ത് ചെയ്യണം എന്നറിയാതെ തല താഴ്ത്തും. മാഷ് പറയും, ഇത്രയും കാലം ഈ വീട്ടിൽ എന്ത് നടക്കണം, എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ തീരുമാനിച്ചിരുന്നത് നീയാണ്. ഇനി മുതൽ ഈ വീടിന്റെ ഭരണം നീ നന്ദിനെ ഏൽപ്പിച്ചോ? അത് എന്ന് പറഞ്ഞ് നിർത്തുമ്പോ മാഷ് പറയും, ചോദിച്ചതിന് ഉത്തരം പറയണം. ഇവിടെ എല്ലാവരും കൂടെ അല്ലേ മാഷ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്? മാഷയ്ക്കും ആണോ? അങ്ങനെയാണെങ്കിൽ എല്ലാവരും കൂടെ വേദയുടെ ബാഗ് എടുത്ത് പുറത്തെറിയണം എന്ന് തീരുമാനിച്ചിരുന്നോ? കമലൊന്നും പറയുന്നില്ല. നന്ദിനി അവിടെ നിന്ന് തിരിയുമ്പോ മാഷയ്ക്കും എന്താ ഉവ്വോ നന്ദിനി. അല്ല അച്ഛാ, അത് നമ്മുടെ വിക്രത്തിന് നേരെ അവളെ മാഷോരൻ ചോദിച്ചതിനാ ഉത്തരം പറയേണ്ടത്. ഇല്ല മാഷോരയും മക്കള് തെറ്റ് ചെയ്യും, അതോർത്ത് അവരെ പുറത്താക്കാറുണ്ടോ? നന്ദിനി ഇല്ലാന്ന് തലയാട്ടും. വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. മാഷോരയും വിക്രം ചെയ്ത തെറ്റിനെ ഞാൻ ഇന്നേ വരെ അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടോ? ദേഷ്യം വരുമ്പോ എന്തെങ്കിലും പറയുമെങ്കിലും. അപ്പൊ നന്ദിനി പറയും, വീട്ടിലേക്ക് സമ്പാദിച്ചു കൊണ്ടുവന്നില്ല എന്നുള്ള പേരിലെ നിന്നെ പുറത്താക്കിയിട്ടുണ്ടോ? വിശ്വം പറയും, ഇല്ലച്ചാ, മരുമകളല്ല മകളാണെന്ന് പറഞ്ഞിരുന്ന നീ ഈ ഒരൊറ്റ സംഭവം കൊണ്ട് അവളെ പുറത്താക്കാൻ തീരുമാനിച്ചോ കമല? കമലയ്ക്കൊന്നും പറയാനാവുന്നില്ല. നിന്റെ ഈ മകൻ ഒരാളെ തല്ലിയെങ്കിൽ അതിനു പിന്നിലൊരു കാരണം ഉണ്ടാവുന്നേ ഉറച്ചു വിശ്വസിക്കുന്ന നിനക്ക് വേദയുടെ പ്രവൃത്തിയുടെ പിന്നിലും ഒരു കാരണം ഉണ്ടാവുന്നേ എന്ന് വിശ്വസിക്കാൻ പറ്റാതായോ? അപ്പോഴാണ് അമ്മ അങ്ങനെ ഒന്ന് ആലോചിക്കുന്നത്. നന്ദിനിക്കും അപ്പൊ അച്ഛൻ പറയുന്നത് വേദ വിക്രത്തിനെതിരെ സാക്ഷി പറഞ്ഞത് നല്ലതാണെന്നാണോ പറയണത്? ഇവൻ ആ MLA മകനെ മരിക്കാനാവും വിധം തല്ലി ചതച്ചത് നിയമപ്രകാരം ശരിയാണോ അല്ലയോ? ആരും ഒന്നും പറയാതെ നിൽക്കുമ്പോ മാഷ് വീണ്ടും ചോദിക്കും, ഉത്തരം പറയണം. ശരിയോ തെറ്റ്? ശരിയാണ്, നിയമപ്രകാരം അത് തെറ്റായിരിക്കും, പക്ഷെ എന്റെ എത്തിക്സ് പ്രകാരം അത് ശരിയാണ്. എനിക്കതിലൊരു പശ്ചാത്താപവും ഇല്ല. മാഷ് പറയും, നിനക്കതിൽ പശ്ചാത്താപം ഉണ്ടോന്നോ? നീ ചെയ്തത് പവിത്രമായ ഒരു കാര്യമാണ് എന്നതൊന്നുമല്ല ചോദ്യം. നീ ചെയ്യുന്നതില് ഒരു കാരണം ഉണ്ടെന്ന് നിനക്ക് തോന്നുന്നത് കൊണ്ടാണല്ലോ നിനക്കതിൽ പശ്ചാത്താപം ഇല്ലാത്തത്. അതുപോലെ വേദയുടെ പ്രവൃത്തിയുടെ പിന്നിലും ഒരു കാരണം ഉണ്ടെന്ന് നിങ്ങൾക്കാർക്കും തോന്നാത്തത് എന്തുകൊണ്ടാണ്? ശ്രീജ പറയും, എനിക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടച്ചാ. ഒരു കാരണമില്ലാതെ വേദ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്ന എനിക്ക് തോന്നില്ല. വിശ്വവും പറയും, അതെ, വിക്രത്തെ ജയിലിലേക്ക് അയക്കാൻ വേദ മനഃപൂർവ്വം എടുത്തൊരു തീരുമാനമാണതെന്ന് എനിക്കും തോന്നിയിട്ടില്ല. നന്ദിനിക്കും ഇത്രയൊക്കെ സംഭവിച്ചിട്ടും അവൾക്ക് ഈ വീട്ടിൽ കഴിയാൻ പറ്റുമോ? അവൾക്കും നമുക്കത് ഒരു നാണക്കേടല്ലേ? മാഷ് പറയും, എനിക്ക് അങ്ങനെ തോന്നില്ല, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയണം. ശ്രീജ പറയും, എനിക്കില്ലച്ചാ,
വിശ്വവും പറയും എനിക്കും ഇല്ല. വിക്രം പറയും എനിക്ക് പക്ഷെ അങ്ങനെയല്ല. മാഷ് പറയും ഈ വിഷയത്തിൽ നിനക്ക് ഇവിടെ അഭിപ്രായം പറയാൻ അവകാശമില്ല. കാരണം ഇതെല്ലാം വരുത്തി വെച്ചത് നീ മാത്രമാണ്. കമല എന്ത് പറയുന്നു? വിക്രം പിന്നെ ഒന്നും പറയുന്നില്ല. കമലയോട് ചോദിക്കുമ്പോ അമ്മയുടെ മുഖത്തൊക്കെ സങ്കടവും കണ്ണൊക്കെ നിറഞ്ഞു പോണേ. വേദയെ അങ്ങോട്ട് ആദ്യമായി കൈപിടിച്ച് കയറ്റിയതും പിന്നെ ഒരു മകളെ പോലെ അല്ല മകളായിട്ട് കണ്ട് സ്നേഹിച്ചതും വേദ അങ്ങനെ തിരിച്ചു സ്നേഹിച്ചതെല്ലാം കമല ഇപ്പൊ ആലോചിക്കുക. ശേഷം കണ്ണൊക്കെ തുടയ്ക്കും, കരഞ്ഞു പോവാണേ. ശ്രീജയെ ആ ബാഗ് എടുത്ത് അകത്തേക്ക് വെക്കേ. കേൾക്കുമ്പോ ശ്രീജയ്ക്ക് സന്തോഷാവും. മാഷും ചിരിക്കുന്നുണ്ട്. നന്ദിനി ഞെട്ടിപ്പോവും. അമ്മേ. അമ്മ പറയും വീട്ടിൽ മുതിർന്ന ഞങ്ങളുള്ളപ്പോ ഇവിടെ ഏത് സമയത്ത് എന്ത് തീരുമാനം എടുക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം, അതിൽ നീ ഇടപെടണ്ട. നന്ദിനിക്ക് ഇത് കേൾക്കുമ്പോ ആകെ ഷോക്കായി പോകും. അങ്ങനെ ശ്രീജ ബാഗ് എടുക്കാൻ തുടങ്ങുമ്പോ വേണ്ട, ഞാനായിട്ട് എടുത്തുകൊണ്ടുവന്നല്ലേ, ഞാൻ എടുത്തു വെച്ചോളാം, ഇനി അതൊരു പ്രശ്നമാക്കണ്ട എന്ന് പറഞ്ഞ് നന്ദിനി പുറത്തേക്ക് ഇറങ്ങിയ ആ ബാഗ് നന്ദിനി തന്നെ പോയി എടുക്കും. മാറി നിൽക്കണം അങ്ങോട്ടെ എന്ന് പറഞ്ഞ് നന്ദിനി ആ ബാഗുമായിട്ട് അകത്തേക്ക് തന്നെ പോവാണ്. ശ്രീജയും പോവും. അമ്മ എണ്ണയൊക്കെ എടുത്തിട്ട് വാ മോനെ എന്ന് പറഞ്ഞ് വികൃതി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദയെ ഒരു കാട്ടിനകത്തുള്ള ഒരു വീടിനകത്ത് കെട്ടിയിട്ടിരിക്കണേ. അതായത് കൈ ബാക്കോട്ട് വെച്ചിട്ട് വേദ അവിടെ താഴെ ഇരുത്തിയിരിക്കണേ. ആ അഭിലാഷവും ഗുണ്ടകളും ചുറ്റിലുണ്ട്. ദേ നിങ്ങളൊക്കെ ആരാ? എന്തിനെവിടെ എന്നെ കെട്ടിട്ടിരിക്കുന്നത്? ഇതെന്താ കിഡ്നാപ്പോ? ആരാ ഇത് നിങ്ങളോടൊക്കെ ചെയ്യാൻ പറഞ്ഞത്? എല്ലാം മുകളിൽ നിന്ന് ആരോ കാണുന്നുണ്ട് കേട്ടോ. അഭിലാഷും ഗുണ്ടകളും ഈ ചോദ്യം കേട്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം നോക്കി പൊട്ടിച്ചിരിക്കണേ. അങ്ങനെയാണ് ഈ ഭാഗം കഴിയുന്നത്. ശേഷം പിന്നീടുള്ള പ്രമോലെ വേദയെ ഇങ്ങനെ ഉപദ്രവിച്ചത് വാസവനാണെന്നേ വേദയ്ക്ക് മനസ്സിലാവാണേ. അങ്ങോട്ട് വരുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്